വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ആയുർവേദ ഡോക്ടറാണ്, ഹാർവെസ്റ്റിന്റെ പ്രോഡക്റ്റ് ട്രെയിനർ. ഇനി നമുക്ക് ഈ ഒരു ഇൻസെക്റ്റിനെ നമുക്ക് 4ആയിട്ട് തരം തിരിക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് പിയേഴ്സിങ് അല്ലെങ്കിൽ സക്കിങ്. പിയേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിക്കയറ്റുക. കുത്തിക്കയറ്റിയിട്ട് സക്ക് ചെയ്തെടുക്കുക. അത് എന്താണ് ഈ സക്ക് ചെയ്തെടുക്കുന്നത്? നീര് സക്ക് ചെയ്തെടുക്കുന്നത്. അത്തരത്തിലുള്ള ഇൻസെക്റ്റുകൾ ഉണ്ട്. അതിൽ വരുന്നതാണ് ത്രിപ്സ്, മൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. കുത്തിക്കയറ്റിയിട്ട് ആ ഒരു രസമാണ് അത് വലിച്ച് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്താണ് അതിന് ദോഷം സംഭവിക്കുന്നത്? അതിന്റെ ആ ഒരു സ്വാഭാവിക ഘടനയ്ക്ക് വ്യത്യാസം വരുന്നു. ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ആകൃതിയിൽ ഡിസ്റ്റോർഷൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആകൃതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും, മഞ്ഞ കളറൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നീര് സക്ക് ചെയ്ത് എടുക്കുകയാണ്. രണ്ടാമതായിട്ടുള്ളതാണ് ച്യൂയിങ് ആൻഡ് ബൈറ്റിങ്. കടിച്ചിട്ടോ അല്ലെങ്കിൽ കാർന്ന് തിന്നുകയോ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ആ വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? പലതരത്തിലുള്ള ലാർവകൾ ഉണ്ട് അല്ലെ? നല്ല വർണ്ണത്തിൽ കാണാൻ മനോഹരമൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള പുഴുക്കളുണ്ട്. ഈ പുഴുക്കളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കാർന്ന് തിന്നുന്നതാണ് അല്ലെ? ആ ഒരു ഇലേന്റെ അറ്റത്തിൽ നിന്ന് കഴിച്ച് ചവച്ച് വന്ന് അതിന്റെ സെന്ററിലേക്ക് വന്നിട്ട് ആ സ്റ്റെം, ആ നീര് കമ്പൊക്കെയും കടിച്ചു തിന്നുന്നതായിട്ടുള്ളത് വിഭാഗമാണ് രണ്ടാമത്തത്. ച്യൂയിങ് ആൻഡ് ബൈറ്റിങ് വിഭാഗത്തിൽ വരുന്നത്. ഇനി മൂന്നാമത്തതാണ് റാസ്പിംഗ് പ്ലാന്റ് ടിഷ്യൂ. അതായത് റാസ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീന്തി എടുക്കുക എന്ന് പറയും. ചീന്തി എടുക്കുക. നമ്മളിപ്പം സാൻഡ് പേപ്പർ വെച്ചിട്ടൊക്കെ നമ്മളെ ഭിത്തിയൊക്കെ നമ്മൾ ഉരയ്ക്കാറില്ലേ, സ്ക്രാച്ച് ചെയ്യാറില്ലേ, അതേ ഒരു ഇതാണ് റാസ്പിംഗ്, അതായത് ചീന്തി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും. അത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതാണ് വൈറ്റ് ഫ്ലൈ ഒക്കെ, വെള്ള കളറിലുള്ളത്. കർഷകർക്ക് അറിയാം അല്ലെ? ഇലേന്റെ ഒക്കെ അടിഭാഗങ്ങളിലായിട്ട് കുറെ കൂട്ടം പോലെ തങ്ങി നിൽക്കുന്നത്, അതാണ് വൈറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് ഫ്ലൈ ഒരു കഴിച്ച ഇല പിന്നെ എന്താണ്? ആ പച്ച കളറിലുള്ള ഫുൾ ഭാഗമാണ് ഈ വൈറ്റ് ഫ്ലൈസ് അകത്താക്കുന്നത്. എന്നിട്ടോ ആ സ്കെൽട്ടൺ മാത്രമായിരിക്കും അല്ലെ, ആ വെയിൻസ് മാത്രമായിരിക്കും പിന്നെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ കഴിക്കുന്നതിനെയാണ് നമ്മൾ റാസ്പിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ നാലാമത്തതാണ് സോയിൽ ഇൻസെക്ട്സ്. അതായത് സോയിലിൽ, നമ്മുടെ മണ്ണില് അടങ്ങിയിട്ടുള്ള ഒരുപാട് കീടങ്ങൾ. അതിൽ വരുന്നതാണ് ക്രിക്കറ്റ്സ്, ടെർമൈറ്റ്സ് ഒക്കെ, അതായത് സ്റ്റെം ബോറേഴ്സ് ഒക്കെ വരുന്നത് ഈ സോയിലിലാണ്, അതായത് മണ്ണിൽ അടങ്ങിയിട്ടുള്ളവയാണ്. അപ്പൊ ഈ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിന്റെ ആവശ്യം എന്താണ്? മണ്ണാണ് അല്ലെ? മണ്ണിൽ നിന്നുമാണ് എല്ലാ പോഷകങ്ങളും വെള്ളവും ഒക്കെ എടുക്കുന്നത്. അപ്പം മണ്ണിൽ ഇത്തരത്തിലുള്ള ടെർമൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിതലുകളൊക്കെ. അപ്പം ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് വളരെയധികം ഹാനികരമാണ് അല്ലെ? അപ്പം ഈ പറഞ്ഞ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ടതാണ്. കാരണം ഈ 4 വിഭാഗങ്ങളിൽ വരുന്ന ഇൻസെക്ട്സിനെ എതിർക്കാനായിട്ട്, അതിന് എതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രോഡക്ട്സുകളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു 4 വിഭാഗങ്ങളിൽ വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെക്കുക.